കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച്. For all the things that they had heard and seen as it was told unto them. കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച്. What they heard and what they saw. അവർ കേട്ടു, അവർ കണ്ടു. They heard, they saw. അവരാരിൽ നിന്നോ കേട്ടു, They heard from somebody, ഇപ്പോൾ അവർ കണ്ടു മനസ്സിലാക്കി. and now they have seen with their own eyes and they understand. നമുക്കറിയാം, ഇടയന്മാർ അന്നത്തെ കമ്മ്യൂണിറ്റിയിൽ, ഷെപ്പേർഡ്സ് വെർ ദ ഇൻസിഗ്നിഫിക്കൻ്റ് ഗ്രൂപ്പ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇടയന്മാർ, ആട്ടിടയന്മാർ എന്ന് പറയുന്നത്. In those days, the shepherd group was the most insignificant group among that tribe those days. So they were the voiceless and the powerless group in Roman Empire. അവർക്ക് ഒരു ശബ്ദവുമില്ലായിരുന്നു, അവർക്ക് ഒരു പവറും റോമൻ എംപയറിൽ ഇല്ലായിരുന്നു. അത്രമാത്രം ബലഹീനരായിരിക്കുന്ന ആളുകളാണ് ഇടയന്മാർ. They were so timid people, these shepherds. They were the marginalized and alienated group in the religious circle of Jewish people. അവിടുത്തെ ആത്മീയ സമൂഹത്തിലും അവരെ മാറ്റി വെച്ചിരുന്ന ഒരു സമയമായിരുന്നു. മാത്രമല്ല, ആട്ടിടയന്മാരെ ഒരു അൺടച്ചബിൾസ് ആയിട്ടും ഔട്ട്കാസ്റ്റ് ആയിട്ടും അധകൃതരായിട്ടുമാണ് അന്നത്തെ സമൂഹം കാണുന്നത്. In those days people consider them as outcasts and untouchables and good for nothing people. മാത്രമല്ല, ഈ പഠിക്കാനായിട്ട് അത്ര കഴിവില്ലാത്ത ആളുകളായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആട്ടിടയന്മാരെ കാണുന്നത്. And people thought that these shepherds were people who did not have much brains and couldn't study and they were dumb people. അതുകൊണ്ടല്ലേ ഈ 10ാം ക്ലാസ് ഒക്കെ തോറ്റ് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയും, നിനക്ക് വല്ല പശുവിനെ വല്ലതും മേടിച്ച് തരാമെന്ന് പറയത്തില്ല. That's why back home in India, when we don't do well at school, our parents say, okay, I'll buy you a cow or a buffalo and you can go and feed it. കാരണം നിന്നെ കൊണ്ട് വേറെ ഒന്നിനും, because you can do nothing else other than that. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നിനക്ക് വല്ല പശുവിനെയോ ആടിനെയോ വല്ലതും മേടിച്ച് നീ തീറ്റ അതിനെ വല്ലതും വളർത്തിയൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയും. He said you will be a good shepherd if you cannot study well. So the shepherds were the illiterate and outcast group in that community. ആ കാലത്തെ ഷെപ്പേർഡ്സ് എന്ന് പറയുന്ന ഔട്ട്കാസ്റ്റും പഠിക്കാത്ത ഒരു ഗ്രൂപ്പുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ അടുക്കലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ജനനം ആദ്യമായിട്ട് കേട്ടത്. അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനാണ് ആദ്യത്തെ ക്രിസ്തു ജനനത്തിന്റെ സന്ദേശം, സുവിശേഷം ആദ്യമായിട്ട് കേട്ടത്. The first message of the birth of the Savior, the creator of the heavens and earth, was given to a group of people who was considered as outcast, illiterate, dumb people. അന്ന് ആ രാജ്യത്ത് രാജാക്കന്മാരുണ്ടായിരുന്നു, സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു, പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, കഴിവുള്ള, മികവുള്ള, ധനാഢ്യരായ അനേക പ്രിയപ്പെട്ടവരുണ്ടായിട്ടും രക്ഷകന്റെ സന്ദേശം ആദ്യമായിട്ട് കേൾക്കുവാൻ കാതുകൾക്ക് ഭാഗ്യം ലഭിച്ചത് പാവപ്പെട്ട ആട്ടിടയർക്കാണ്. And in those days there were scholars, there were scribes, there were prophets, there were priests, there were kings, there were learned people, there were educated people, but God chose the least of the least to announce the birth of the Savior, Jesus Christ. കാരണം ദൈവം എന്നും ചെറുതിനെയും ബലഹീനമായതിനെയും നിസാരമായതിനെയും തള്ളിക്കളയുന്ന ദൈവമാണ്. Because we serve a God who does not discard the weak, the feeble, the illiterate, the dumb. They were the unnoticeable and unimportant people in that community. ആ സമൂഹത്തിലെ ഏറ്റവും unnoticeable ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ അവർ നോട്ടീസബിൾ ആണ്. The people of that time did not notice that they were unnoticeable, but in the eyes of the Lord they were the most precious of them. ആ സമൂഹത്തിലെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഗ്രൂപ്പ്, നാറ്റം വമിക്കുന്ന ആടുകളുടെ കൂടെ കഴിയപ്പെടുന്ന ആ ആളുകൾ ദൈവത്തിന്റെ കണ്ണിൽ പ്രധാനപ്പെട്ടതാണ്. A group of people who were always stinking, always living with the sheep, but for God they were the prime people and it fell in his eyes. ഇന്ന് പകൽക്കാലം ആരും അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരാലും അവഗണിക്കപ്പെട്ടാലും നിനക്ക് ദൈവസന്നിധിയിൽ ഒരു നീതിബോധമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നതാണ്. If everyone forsakes you, if everybody casts you out, but there is a loving God, hallelujah. He is a righteous God and he will put his eyes on you. ഇവർ കേട്ട സന്ദേശമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് 8ാമത്തെ വാക്യം മുതൽ കാണാൻ
സാധിക്കുന്നത്. From verse 8 onwards is a conversation which they heard on that day. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് രാത്രിയിൽ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരിക്കുന്നു എന്നാണ് It is രേഖപ്പെടുത്തിയിരിക്കുന്നത്. written that, you know, these shepherds were tending the sheep outside in the cold. അപ്പോൾ അവിടെ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു എന്ന് And രേഖപ്പെടുത്തുന്നു. it says that, you know, the angels of the Lord stood before them. അവിടെ വലിയൊരു ദൈവ തേജസ് അവരെ ചുറ്റി മിന്നി എന്നാണ് It is written രേഖപ്പെടുത്തിയിരിക്കുന്നത്. that, you know, they were, you know, completely covered by a mighty, you know, grace of the Lord. ശ്രദ്ധിക്കുക, ഇവിടെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന രാത്രി സമയത്ത് വെളിമ്പ്രദേശത്ത് കാത്തുകിടക്കുന്ന ആടുകളെ കാത്തുകിടക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഇരുട്ടിൽ ദൈവത്തിന്റെ തേജസ് ചുറ്റിമിന്നി. You know, all around them was darkness, all around them was night, hallelujah. But in the night and in this darkness, the grace of the Lord, the power of God enlightened that place. ജീവിതത്തിൽ എത്ര ഇരുട്ടാണെങ്കിലും ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ആ ഇരുട്ടിന്റെ അകത്ത് ദൈവ തേജസ് No വെളിപ്പെടും. matter how much darkness is there in your life, hallelujah, but if the grace of God shines on you, there will be light. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സന്ദർഭം മധ്യാഹ്ന സമയമാണ്. Hallelujah, when Christ was crucified, it was the midday. മനോഹരമായ നിമിഷമാണ് മധ്യാഹ്ന സമയം. The midday means, you know, the shine was shining at the brightest. എല്ലാം വെളിവായി തെളിവായി കാണാൻ കഴിയുന്ന സമയമാണ് മധ്യാഹ്ന സമയം. Everything was seen very clearly. പക്ഷെ ബൈബിൾ പറയുന്നത് യേശു കണ്ണടച്ചപ്പോൾ ലോകം മൊത്തം ഇരുട്ടിലായി. And the Bible says when Jesus closed his eyes, everything turned into darkness. ദൈവം കണ്ണടച്ചാൽ ഏതു മധ്യാഹ്നവും ഇരുട്ടാകും. If God closes his eyes, any midday will become dark. എന്നാൽ ദൈവം കണ്ണു തുറന്നാൽ ഏത് ഇരുട്ടും വെളിച്ചമാകും. But if the God opens his eyes, any night will become day. ശ്രദ്ധിക്കുക, ദൈവം കണ്ണടച്ചാൽ ജീവിതത്തിൽ എത്ര മധ്യാഹ്നത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഇരുട്ടിലാവും. Remember, hallelujah, if God closes his eyes, no matter how much bright you are, you will be in darkness. എന്നാൽ ദൈവം കണ്ണു തുറന്നാൽ ഏത് ഇരുട്ടിൽ നിൽക്കുന്നവനും പ്രകാശത്തിലാകും. God opens his eyes, no matter in what darkness you are in, you will be in the light. ഈ ദൈവത്തിന്റെ തേജസ് ചുറ്റിമിന്നിയാൽ പല ഇരുട്ടുകളും മാറും. If the power of God touches you, many darknesses will flee. ജീവിതത്തിൽ നീ എത്ര സൂര്യനായി മധ്യാഹ്നത്തിൽ പോലെ കത്തി നിന്നാലും ദൈവമില്ല എങ്കിൽ ജീവിതം ഇരുട്ടാ. In your life, you may be very bright, very prosperous, but without God, you are nothing. എന്നാൽ നീ വെളിമ്പ്രദേശത്താണെങ്കിലും ഇരുട്ടിലാണെങ്കിലും രാട്ടിടയനാണെങ്കിലും ദൈവം ഇറങ്ങിയാൽ നീ പുതിയത് കാണും. Hallelujah. Even though you are cast out, you are in the desert, hallelujah. If God puts his eyes on you, you will be in the light. ഇന്ന് പകൽക്കാലം ദൈവം ചിലത് പുതിയത് ചെയ്യുവാൻ ദൈവത്തിന്റെ തേജസ് ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ മേലെ ചുറ്റിമിന്നുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കട്ടെ. Yeah, let the Spirit of God give permission that the grace of God may fall on some of us sitting here this morning. ഇവിടെ ഈ വിഷയം നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. This is a very familiar topic in the Bible for us. ആദ്യത്തെ സുവിശേഷ പ്രസംഗം ആട്ടിടയന്മാർക്കാണ് ലഭിക്കുന്നത്. Hallelujah. The first, sermon was given to these shepherds. അതിലത്തെ ആദ്യത്തെ സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. But the first voice that came to them was, fear not. അവരോട് പറയുന്നത് സകല ജനത്തിനും ഉണ്ടാകാനായിട്ടുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു I'm going to എന്നുള്ളതാണ്. give you a joy for all the people. കാരണം എല്ലാവരോടും സകല ജനത്തിനോടുമുള്ള മഹാസന്തോഷം. Oh, this is something for everybody. ചില വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. When we hear some news, we become sad. ചില വാർത്തകൾ കേട്ടാൽ നമുക്ക് വിമർശനം ഉണ്ടാകും. When we hear some some news, we get afraid. ചില വാർത്തകൾ കേട്ടാൽ നമുക്ക് ഫണ്ണിയായിട്ട് തോന്നും, ചിരിയായിട്ട് തോന്നും. Some news when you hear, it becomes funny for us. എന്നാൽ ക്രിസ്തുവിന്റെ വാർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷം നൽകുന്നതാണ്. The news of Christ was giving joy to everybody. അത് ചെറിയവനും വലിയവനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷം നൽകുന്ന വാർത്ത ക്രിസ്തുവിന്റെ വാർത്ത മാത്രമാണ്. The news of Christ is for the rich people, the poor people, the lowly people, the upper people. For everybody, it is a news of joy. ആ വാർത്ത ഭയപ്പെടേണ്ട എന്നുള്ളതാ. And the news is, fear not. നിനക്കൊരു രക്ഷകൻ ഉണ്ട് എന്നുള്ളതാ. That you have a savior now. അവൻ നിനക്ക് വേണ്ടി ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാ. He is born for you today. ആ രക്ഷകനെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കാട് ദൈവത്തിന് സ്തോത്രം. I thank God for those people who experience the savior. ഇവരോട് ആട്ടിടയർ ഒരു ദൂത് പറയുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻ്റെ സന്ദേശം. My main message is, these shepherds, they receive a message. ആ ദൂത് അടയാളത്തോടു കൂടിയാണ് പറയുന്നത്. And this message comes with a sign. അവരോട് പറയുന്നു, നിങ്ങൾക്ക് അടയാളമോ, For you a sign, ശീലകൾ ചുറ്റി
You know, somebody wrapped in swaddling clothes. പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും You എന്ന് will see പറഞ്ഞു. a child wrapped in swaddling clothes in the manger. അപ്പൊ ഇതൊരു ദൂതാണ്. This is a message. ഇത് ഇവരോട് പറയാണ്, ഇങ്ങനെയാണ് ഇതിന്റെ അടയാളം. This is the sign. നമ്മൾ പ്രഭാതത്തിലെ സന്ദേശത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു, മറിയ പശുത്തൊട്ടിയിൽ ശീലകൾ ചുറ്റി കുഞ്ഞിനെ കിടത്തിയ ചരിത്രം നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. Morning we all in our Bible study we already talked about this. ഇത് ഈ ആട്ടിടയന്മാർ അറിഞ്ഞിട്ടില്ല. These shepherds have not known this. എന്നാൽ എല്ലാം അറിയുന്ന ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. But God who knows everything. ഇവരുടെ ഉറപ്പിന് വേണ്ടി ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു അടയാളം, ഒരിടത്ത് ഇന്ന ഒരു കാര്യം ഇന്ന സൈൻ അനുസരിച്ച് അവിടെ സംഭവിച്ചിരിക്കുക. For the encouragement of the shepherds, you know, these angels coming and telling them, I am going to give you a sign of such and such and things you are going to see. എന്നിട്ട് അവിടെ ഒരു വലിയൊരു പാട്ടുമൊക്കെ, ആദ്യത്തെ ക്രിസ്മസ് ഗാനം അവിടാണ് And പാടുന്നത്. there was a big Christmas carol and stuff out there. എന്നിട്ട് ഇത് കേട്ട ആ സന്ദർഭത്തിൽ അവർ ആ മെസ്സേജ് സ്വീകരിച്ചു. They received the message by faith. And yeah, വിശ്വാസത്താൽ അവർ ആ ദൂത് അവർ ഏറ്റെടുത്തു. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ, ഏഞ്ചൽ പറഞ്ഞ ദൈവത്തിന്റെ ആലോചന വിശ്വാസത്താൽ ആട്ടിടയരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സ്വീകരിക്കുകയാണ്. The message of God, the message of the angels, these shepherds, they received it by faith. എന്റെ സന്ദേശത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് faith to meet Jesus. യേശുവിനെ വിശ്വാസത്താൽ കാണാൻ ശ്രമിക്കുക. Hallelujah, to see Jesus by faith. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഡൗട്ടുകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. They had many doubts in their life. കാരണം ഇവർക്കറിയാം ഈ ആട്ടിടയരോട് ഒരു രക്ഷകൻ ജനിച്ച കഥ പറയേണ്ട കാര്യമില്ല. Hallelujah, they know that they don't need to come and tell a shepherd about the birth of a savior. കാരണം ആ കമ്മ്യൂണിറ്റിയിൽ ഇവരെക്കാട്ടിലും മാന്യരും കാലിബർ ഉള്ളതുമായിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. There are people who are much more calibrated than these people in the community. ആട്ടിടയന്മാരിക്കുന്ന ഈ വെളിമ്പ്രദേശത്ത് കിടക്കുന്ന ഇവരോട് മിശിഹയുടെ ജനത്തെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വലിയ കാര്യമില്ലെന്ന് മാനുഷികമായിട്ട് ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. Manually speaking, they have a doubt. They know why to go and tell a shepherd these things. കാരണം അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും രക്ഷകൻ ജനിച്ചു എന്നുള്ള ചരിത്രത്തോടുള്ള ബന്ധത്തിലില്ല. By giving them the news of the birth of a savior, it's not going to do any good to anybody. പക്ഷേ അവർ ആ വാക്ക് ശ്രദ്ധിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's written that they received this message. ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാലും, If you think that you have a doubt in this matter, നിന്നെ കൊണ്ട് ഈ കാര്യത്തിന്റെ മേൽ ഒരു കാര്യവും ഇല്ലെന്ന് നിനക്ക് തോന്നിയാലും, if you think there is no, value in this, ഈ വാർത്ത എന്നോട് പറയണമെന്നുള്ളത് അത് ഇഷ്ടമല്ല എന്ന് കരുതിയാലും, if you think that this news shouldn't be given to me, ഇത് ചിലപ്പോൾ ദൈവത്തിൽ നിന്നല്ല എന്ന് തന്നെ തോന്നുമാറ് ഉണ്ടാകുമെങ്കിലും, even if you might think that this is not from God, ഇവരെ ദൈവത്തെ കാണുവാൻ, ക്രിസ്തുവിനെ കാണുവാൻ ബന്ധപ്പെട്ട് വരി പോകുകയാണ്. hallelujah, but they have taken a step forward and they are going in search to see this savior. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും? You are ready by faith to go unto Jesus. വിശ്വാസത്തോടുകൂടെ എത്ര പ്രിയപ്പെട്ടവർ കർത്താവിനെ തൊടുവാൻ How തയ്യാറാകും? many of you are ready to touch the Lord by faith this morning? വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കാൻ എത്ര പ്രിയപ്പെട്ടവർ How many of you തയ്യാറാകും? are ready to obey the word of God by faith? ഈ ആട്ടിടയർ ബന്ധപ്പെട്ട് അവിടേക്ക് പോകാൻ തയ്യാറായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. These shepherds, hallelujah, they step forward to go there. അതൊരു വിശ്വാസം മാത്രമാണ്. It was only a faith. ഇവരത് ഇതുവരെ അവർ കണ്ടിട്ടില്ല. They have not seen this. ഇങ്ങനെയൊക്കെ ഒരു കാര്യം ബെത്ലഹേമിൽ ഉണ്ടെന്നുള്ളത് കേട്ടറിവ് മാത്രമാണ്. The only thing is that they heard that such and such thing has happened in Bethlehem. ആ കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റെപ്പ് വെക്കുക. With what they heard, they take a step forward. ഇന്ന് പകൽക്കാലം കേട്ടറിഞ്ഞ ദൈവിക വചനത്തിന്റെ മുൻപിൽ സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറായാൽ, If you are ready to put a step forward for what you heard, അവിടെ അവർ കാണപ്പെടുന്നത് അവരൊരു വലിയൊരു കാര്യം കാണുകയാണ്. അവർ ചെന്ന് they can see a big thing. ഫെയ്ത്ത് ബിഹേൾഡ്, അവരുടെ കണ്ണിന്റെ മുൻപിൽ ആ വിശ്വാസം കാണുകയാണ്. They see the thing by faith, by the sight. അവരവിടെ ചെന്നതുകൊണ്ട് പ്രത്യേക കാര്യങ്ങളൊന്നും അവർക്ക് അവിടെ ചെയ്യാനായിട്ടില്ല. By going there, they have nothing much to do. അറ്റ്ലീസ്റ്റ് ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കുവാൻ ഈ ആട്ടിടയരുടെ ഇല്ല. They have a gift in their hands to give the Savior. അതുകൊണ്ടാണ് അവർ പോയിട്ട് എന്താ ഇതുകൊണ്ട് പ്രയോജനമെന്ന് അവർ ചിന്തിക്കാവുന്നത്. They might think, what is the point in us going there? വിദ്വാൻമാർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാം, ഈ കുഞ്ഞിനുണ്ട്, കയ്യിൽ അവരുടെ കയ്യിലുണ്ട്. The wise men come, they have something to give the child. പക്ഷേ ആട്ടിടയരെ സംബന്ധിച്ചിടത്തോളം അവർ ചെല്ലുന്നതുകൊണ്ട് ഈ കുഞ്ഞിനും ഈ വീട്ടുകാർക്ക് യാതൊരു പ്രയോജനം പോലുമില്ല. Why these shepherds going there? Neither the family nor the child has anything to benefit out of. പക്ഷേ ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ രക്ഷകനെ ഇങ്ങനെ ഒരു അടയാളത്തിൽ കൂടെ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. Hallelujah, but with their own eyes, they are seeing the Savior. വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ചില പ്രിയപ്പെട്ടവർ സ്റ്റെപ്പുകൾ വെച്ചാൽ,
by faith, some of you put a step forward this morning. നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ പുതിയത് കാണുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കും. Oh, hallelujah, the Spirit of God which make you see new things this morning. നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് ചുവടുകൾ വെക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, When you take it in your mind that I am going to step forward. ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ചില പുതിയത് പരിശുദ്ധാത്മാവിന് നിനക്ക് കാണിക്കുവാനും ചെയ്യുവാനും കഴിയും. God is going to give you new experiences which you have never experienced before. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഇവിടെ പറയുവാനായിട്ടുള്ളത്, The third thing that I want to say here. faith fear not, ഭയപ്പെടേണ്ട കാര്യമില്ല. Hallelujah, by faith, do not fear. കാരണം ഇവർ ഭയപ്പെട്ടാ നിൽക്കുന്നത്. Because they're already afraid. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദൂതന്റെ പ്രത്യക്ഷത ഇവർക്കുണ്ടായിട്ടില്ല. Hallelujah, they have never seen such a sight before. കാരണം അവർ ഭയപ്പെട്ട് ഈ വെളിമ്പ്രദേശത്ത് കിടക്കുകയാണ്. They are in the wilderness, all afraid. വലിയ സൗണ്ടും ദൂതന്മാരൊക്കെ ഇറങ്ങിയത് ഇവർക്കിപ്പോൾ ഇതൊരു ഹിപ്നോട്ടിസം പോലോ അല്ലെങ്കിൽ ഇതൊരു അലൂസിനേഷൻ പോലോ ഒക്കെ അവർക്ക് തോന്നാം. It's like a hypnotism for the, the angels are coming down, big sound all around. അതുകൊണ്ട് ഇവരിപ്പം ഭയപ്പെട്ടിരിക്കുകയാണ്. And they're all afraid. ഇവർക്ക് ഒത്തിരി വിഷയങ്ങളിൽ ഭയപ്പാടുണ്ട്. They're afraid of many things. കാരണം വെളിമ്പ്രദേശത്ത് കിടക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിരിക്കുന്ന ഒരു ഭയം അവർക്കുണ്ട്. Hallelujah, they're in the wilderness, so physically they are very weak. നാളുകളായിട്ടുള്ള തണുപ്പടിച്ച് ഇവരുടെ ശരീരത്തിന് ക്ലേശവും രോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. They've been in the cold for such a long time, so they have many ailments in their bodies. ഇവർ ഈ വെളിമ്പ്രദേശത്ത് കിടക്കുന്നതിന് കാര്യം കള്ളന്മാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകാം, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഈ ആടിനുണ്ടാകാം. Hallelujah, they are in this wilderness to protect the sheep from all the wild animals. അതുകൊണ്ട് ആ ഭയം അവരെ ഭരിക്കുന്നുണ്ട്. They have that fear. അതുമാത്രമല്ല ഇവർ റോമൻ എംപയറിന്റെ അടിമത്തത്തിൽ കഴിയപ്പെടുന്ന പ്രിയപ്പെട്ടവരാ. These people, they are slaves to the Roman Empire. ഇതുകൊണ്ട് അതുവരെയും അവർക്ക് സ്വാതന്ത്ര്യം They ലഭിച്ചിട്ടില്ല. have not got the freedom yet. അതുകൊണ്ട് അതിന്റെ അടിമത്തത്തിലാണ് ഇവർ കഴിയുന്നത്. They have the fear of അപ്പൊ പല രീതികളിലുള്ള ഭയം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. they have different fears in their life. ഇനി ആടിനെ വിറ്റും ആടിന്റെ ഉപജീവനം കൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരായി ഇവരെ. They are the people, their livelihood is the sheep. ആടിന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വിലക്കയറ്റവും വിലയിറക്കവും ഇവരുടെ സാമ്പത്തിക നിലവാരത്തെ ബാധിക്കും. Hallelujah, how the market goes up and down will affect their life. അപ്പൊ ഭാവിയെ സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ഇവർക്ക് ഭയമുണ്ട്. They are afraid of the future life too. അപ്പൊ രോഗത്തിന്റെ ഭയം, They have the fear of sickness, ആക്രമണത്തിന്റെ മരണഭയം, fear of attack, അടിമത്തത്തിന്റെ റോമൻ ഭയം, fear of slavery, അതുപോലെ തന്നെ സാമ്പത്തികപരമായിരിക്കുന്ന ഭയം, fear of the future. ഭാവിയെ പറ്റിയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ പറയാണ് ഭയപ്പെടേണ്ട. And all these fears are in them. The angel is saying, fear not. വിശ്വാസത്തിന്റെ ചുവടുകൾ കൊണ്ട് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, If you put a step forward in faith, നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ബത്ലഹേമിൽ ഭൂജാതനായിരിക്കുകയാ. there is a savior born for you in Bethlehem. എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളാണെങ്കിലും No matter what is making you fearful in your life, വിശ്വാസത്തോടുകൂടി യേശുവിനെ മീറ്റ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുമോ? are you ready to meet Jesus by faith? ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണുവാനായിട്ടുണ്ട്. God is going to show you things we have never seen before. നിന്നോട് പറഞ്ഞ അതേ അരുളപ്പാടുകൾ, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലം ലഭിക്കാതെ പുൽത്തട്ടിയിൽ കിടത്തിരിക്കുന്ന അതേ അടയാളം നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണാൻ കഴിയും. The same sign with the shepherd God, a child wrapped in swaddling clothes, you are going to see. അതാണ് നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. That is what we have read. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും. What we heard, what we saw. ഇന്ന് പകൽക്കാലം നീ കേട്ട പല കാര്യങ്ങളുമുണ്ട്. There are some certain things which you have heard. അത് കാണിക്കുവാൻ ദൈവം ശക്തനാ. God is able to make you see those things. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. The God who promised is faithful. നീ കേട്ട ചില വചനങ്ങളുണ്ട്. There are some words which you heard. നീ വായിച്ച ചില വേദഭാഗങ്ങളുണ്ട്. The messages you have read. നിന്നോട് ഇടപെട്ട ദൈവത്തിന്റെ ചില അരുളപ്പാടുകളുണ്ട്. There is something with God. അതൊക്കെ നീ കേട്ട വചനങ്ങളാണ്. They are the only things that you have heard. അതൊക്കെ കേട്ട വാഗ്ദത്തങ്ങളാണ്. The promises you have heard. എന്നാൽ അത് കാണത്തക്ക രീതിയിൽ, നിന്റെ കണ്ണു തുറക്കത്തക്ക രീതിയിൽ But for you to see them, ദൈവം ഞങ്ങളോട് അറിയിച്ചത് ഞങ്ങൾ കണ്ടു എന്ന് പറയത്തക്ക രീതിയിൽ for you to say that what I heard, I saw. അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാ. God is ready to do miracles. എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? How many of you believe this? ഞങ്ങളോട് അറിയിച്ചത് ഞങ്ങൾ കാണും. Hallelujah. What God told us, we will see. കർത്താവ് കൽപ്പിച്ചു, അത് സംഭവിച്ചു. God spoke, it happened. ദൈവം അരുളി ചെയ്തു, ഞങ്ങൾ അത് കാണും. God spoke, we will see. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ടെ, Hallelujah. Those who believe saying this, എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകൾ, what God told me, എന്നോട് അറിയിച്ച ദൈവത്തിന്റെ അരുളപ്പാടുകൾ, I said that God spoke to me. അത് പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാ. God is able to fulfill. അതെന്റെ ജീവിതത്തിൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. I will see it with my own എന്റെ eyes. തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ What
what he has given to my children, എന്റെ സഭയോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ promise to my church. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ Hallelujah. My God is able to fulfill. ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്ന് Hallelujah. God is able. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലമുണ്ട്? Many of you believe that this വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ morning. Those who believe by വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. God who promised his വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. God who promised his faith. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. God who promised his faith. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. Hallelujah. There is a time set. അതതിന്റെ പരിസമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. Moving towards the fulfillment. സമയം തെറ്റുകയില്ല. The time will not change. അത് വരും നിശ്ചയമായിട്ടും. It will come surely. അത് വരും നിശ്ചയമായിട്ടും. It will come surely. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും How many of you believe? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് Stand in the presence of the Lord കരങ്ങൾ തട്ടി പറഞ്ഞാട്ട്, and say like this. ഞങ്ങൾ കേട്ടത് ഞങ്ങൾ കാണും, What we saw. ഞങ്ങളോട് കൽപ്പിച്ചത് ദൈവം സംഭവിപ്പിക്കും. What we heard, we will. ഞാനത് വിശ്വസിക്കുന്നു. I believe. ഈ പകൽക്കാലം അത് ചില പ്രിയപ്പെട്ടവരുടെ മേൽ ശക്തിയായി പരിണമിക്കട്ടെ.